2026 ജെഇ മീൻസിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ ബുള്ളറ്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ മികവാർന്ന വിജയമാണ് ഈ വർഷവും കൈവരിച്ചിരിക്കുന്നത്. അതിലൊരു വിജയിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, അഭിനവ് അരുൺ. നമ്മുടെ 2026 ജെഇ മെയിൻ സെഷനിൽ മികച്ച ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന ഒരു മിടുക്കനാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വിജയ രഹസ്യങ്ങളും എങ്ങനെയായിരുന്നു ഈ വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഭിനവിന്റെ അടുത്ത് ചോദിക്കാം. ആൻഡ് അഭിനവ്, കൺഗ്രാറ്റുലേഷൻസ്. യെസ്, അപ്പോ പ്രതീക്ഷ പോലെ തന്നെ ഒരു സ്കോർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വലിയൊരു പെർസെന്റേജ് സ്കോർ തന്നെയാണ് ഈ ജെഇ മെയിനിന് കിട്ടിയിരിക്കുന്നത്, അല്ലെ? അപ്പോൾ ഏതൊരു എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനെ പോലെ തന്നെ IIT എന്നുള്ള ഒരു സ്വപ്നം നേടിയിരിക്കുകയാണ് അഭിനവ്. അപ്പോ അതിന്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് ഞങ്ങളും ബ്രില്യൻറ്റ് ഫാമിലി മോനും ഒക്കെ ഇരിക്കുന്നത്, അല്ലേ? യെസ്. അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മോനെ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കാവോ? അതെ, ഞാൻ അഭിനവ് അരുൺ, വീട് ആലപ്പുഴയിലാണ്. അച്ഛൻ്റെ പേര് അരുൺ ഗോപിനാഥ്, ഇപ്പോൾ ദുബായിൽ നിസാൻ സെയിൽസ് മാനേജറാണ്. അമ്മ സരദ അരുൺ, ഹോം മേക്കറാണ്. ഒരു സിബ്ലിംഗ് ഉണ്ട്, ബ്രദറാ, ഇപ്പോൾ ദുബായിൽ 8ാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുക. ഓക്കെ, ബ്രദറിന്റെ പേര്? അദ്വൈത് അരുൺ. അദ്വൈത് അരുൺ. ഓക്കെ, അപ്പോ മോനിവിടെ നമ്മുടെ ചാവറ സ്കൂളിലാണ് ഇപ്പൊ +1 +2 പഠിച്ചിരുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ കൂടെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ +1 +2ന്റെ കൂടെ തന്നെയുള്ള ഒരു സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ മോനെ ഏത് രീതിയിലായിരുന്നു ഈ ഒരു സ്കോറിലേക്ക്, ഇത്രയൊരു ഉയർന്ന പെർസെന്റേജ് സ്കോറിലേക്ക് എത്താൻ സഹായിച്ചത് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ചാവറ സ്കൂളിലെ എന്താ പറയാ, കുറെ ഒരു ടീമിന്റെയും ബ്രില്യന്റിന്റെ ഫുൾ ഒരു ടീമിന്റെയും മോന്റെ ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഒരു അടിപൊളി സ്കോറിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ എന്ത് തോന്നുന്നു മോൻ ആ ഒരു സ്കോർ ഇപ്പൊ റിസൾട്ട് അറിഞ്ഞപ്പോഴത്തേ ഉള്ള ഒരു ഫസ്റ്റ് മൊമെന്റ് എന്തായിരുന്നു? ഭയങ്കര സന്തോഷമാണ്, കാരണം ഇത്രയും കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് സെഷനിൽ കുറഞ്ഞുകൊണ്ട് സെഷൻ 2 വന്നപ്പോൾ ഒരു ഹാപ്പിനെസ് ഒക്കെ. ഫസ്റ്റ് സെഷനിൽ നമ്മൾ പ്രതീക്ഷ പോലെ എത്താൻ സാധിച്ചില്ല, പക്ഷെ അത് സെക്കൻഡ് സെഷൻ ആയപ്പോഴത്തേക്ക് അത് കോപ്പപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, അത് വലിയൊരു കാര്യമാണ്. കാര്യം ഫസ്റ്റ് സെഷനിൽ കുറഞ്ഞു പോയെങ്കിൽ ചില കുട്ടികൾ ഒന്ന് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് മിസ്റ്റേക്സ് മനസ്സിലാക്കിയിട്ടാണ് സെക്കൻഡ് സെഷനെ പെർഫോം ചെയ്തതും ഇത്ര ഉയർന്ന ഒരു സ്കോറിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലെ? ഓക്കെ, അപ്പോ മോൻ എന്താണ് തോന്നുന്നത് ഇപ്പൊ ഈ ഒരു സ്കോറിലേക്ക് എത്തിയ മോൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഒരു സ്റ്റെപ്പ് കടന്നു നിൽക്കുക, അല്ലെ? എന്താ തോന്നുന്നത് ഇപ്പൊ? ഫസ്റ്റ്ലി ബ്രില്യൻറ്റ് ടീമിന് മൊത്തം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, കാരണം അവിടെ സപ്പോർട്ട് കാരണം മാത്രം ഇവിടെ എത്തിയ. പിന്നെ ഭയങ്കര സന്തോഷമാണ്, കാരണം എന്താ എഫേർട്സിനെല്ലാം ഒരു ഇതുപോലെ കിട്ടിയ പോലെ തോന്നി. അപ്പോൾ ഓക്കെ, ഫാമിലിയുടെ റെസ്പോൺസ് എന്തായിരുന്നു റിസൾട്ട് അറിഞ്ഞപ്പോൾ? കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, അവർക്കും ഭയങ്കര സന്തോഷം ഇത്രയും എന്താ മാർക്ക് കിട്ടിയെന്ന്. യെസ്, അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പം മോൻ്റെ കാര്യത്തിൽ മോന് ദുബായിലായിരുന്നു 8th വരെ, അല്ലേ? 8th വരെ ദുബായിലായിരുന്നു. അതിനുശേഷം 9th ഉം 10th ഉം ആലപ്പുഴയിൽ. ഏത് സ്കൂളിലായിരുന്നു? കെ കാർമൽ സ്കൂളിലായിരുന്നു. ഓക്കെ, അപ്പം മുഹമ്മൽ, അല്ലേ? യെസ്. അതിനുശേഷമാണ് +1 +2 ചാവറയിൽ വന്ന് ചേർന്നത്. അപ്പൊ പേരന്റ് അമ്മയാണ് കൂടെ ഇപ്പൊ സപ്പോർട്ടായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ലേ? യെസ്. അപ്പൊ പേരൻസിന്റെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? ഇപ്പൊ ബ്രദർ ആണെങ്കിലും ബ്രദറിന് ഓൾറെഡി ഏകദേശം അറിയാൻ തോന്നുന്നു ചേട്ടൻ സ്കോർ നല്ല അടിപൊളി സ്കോർ മേടിക്കും എന്നുള്ളത്, അല്ലേ? എന്ത് പറഞ്ഞു? എല്ലാരും എന്ത് പറഞ്ഞു? സന്തോഷമാണ്, അമ്മയ്ക്ക് അറിയാം ഇങ്ങനെ കിട്ടുമെന്നൊക്കെ. ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, വിളിച്ചിട്ട് പറഞ്ഞാന്ന് എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ആൻസർ ചെയ്യുന്നപ്പോ. ഓക്കെ, അപ്പൊ മോൻ എപ്പോ തൊട്ടാ മോനെ ഈ ഒരു ആഗ്രഹം വന്നു തുടങ്ങിയത്? ഒരു IIT അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം, അതിന്റെ പിന്നിലെ ഒരു എന്തായിരുന്നു, എപ്പോഴായിരുന്നു ഒരു അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വന്നത്? ചൈൽഡ്ഹുഡ് മുതലേ ഒരു സ്പേസ് സയന്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി ജെഇ എന്ന് പറയുന്ന എക്സാമിനേഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ചാവറയിലോട്ട് വന്ന് +1 +2. ഓക്കെ, എപ്പോൾ തൊട്ടാണ് മോനെ ആ ഒരു ഇപ്പം ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോകണമെങ്കിൽ എനിക്ക് എൻട്രൻസ് എക്സാം എഴുതണം, അല്ലെങ്കിൽ അതിന് ജെഇ എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ എപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത്? എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയാണ് പിന്നെ ചാവറയിലേക്കും ബ്രില്യൻറ്റിലേക്കും എത്തിയത്? എങ്ങനെയാണ് അത്? 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ ഈ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് അമ്മ പറയാന്ന്, ഈ എൻട്രൻസ് പഠിക്കാൻ വേണ്ടി കേരളത്തിലുള്ള. അപ്പോൾ അങ്ങോട്ട് പോയി നല്ല മാർക്ക് കിട്ടുമെന്നൊക്കെ തോന്നിയോണ്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന് പഠിച്ചപ്പോഴത്തേക്കും +1 +2ന്റെ കൂടെയുള്ള പഠനം എന്ന് പറയുമ്പോഴത്തേക്കും മോന് +1 +2 വേറൊരു ഒരുപാട് ഡിഫറൻസ് ഇല്ലെങ്കിൽ പോലും ഡിസ്ക്രിപ്റ്റീവ് ആണ്, ഇത് ഒബ്ജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ രണ്ടിന്റെയും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? അപ്പൊ അതെങ്ങനെയായിരുന്നു മോൻ അത് ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കി +1 +2ന്റെ ബോർഡിനുള്ള പഠിത്തം, എൻട്രൻസ് എക്സാമിനുള്ള പഠിത്തം, ഇതെങ്ങനെയായിരുന്നു ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തോണ്ടിരുന്നേ? ബ്രില്യൻറ്റ് പഠിക്കാനുണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും കുഴപ്പമില്ലാന്ന്. കമ്പ്യൂട്ടറും ഇംഗ്ലീഷും അത്യാവശ്യം പണിയാണ്, പക്ഷെ സ്കൂളിൽ നല്ല ടീച്ചർമാരാണ്, ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ക്ലാസ് ടീച്ചർക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യാണ്ട് നല്ലതായിട്ട് പഠിപ്പിച്ചാണ്. അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാന്ന്. ക്ലാസ് ടീച്ചറിന്റെ പേര്?
ജീന മിസ് ജീന മിസ്. ഓക്കെ. അപ്പം ഇവിടുത്തെ ഒരു സ്റ്റാഫിന്റെ സപ്പോർട്ട് ഇപ്പൊ മോൻ പറയുമ്പോ തന്നെ ഇവരുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് അത്യാവശ്യം എന്താ പറയാ സന്തോഷത്തോടെ പറയുന്നത്. അവർക്ക് എന്തൊക്കെ ഏത് രീതിയിലായിരുന്നു അവരുടെ സപ്പോർട്ട്, അവരുടെ പേരും ഒക്കെ ഒന്ന് പറയാം. ഇവിടുത്തെ പാല കോർഡിനേറ്ററായ ബിനിൽ സർ, പിന്നെ ചാവറ സെൻട്രൽ കോർഡിനേറ്ററായ സീനാർ സർ, പിന്നെ ഇപ്പോഴത്തെ മെൻറ്റർ ചിഞ്ചു മിസ്, പിന്നെ എക്സ് മെൻറ്റർ ജിനുമോൻ സർ എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി, അവർ ടീച്ചർമാരെ അറേഞ്ച് ചെയ്യുമെന്ന്. ഓക്കെ. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അഭിനവ് പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചാവറ സ്കൂളിലെ എല്ലാ സ്റ്റാഫിൻ്റെയും പിന്നെ ബുർലിനിലെ സ്റ്റാഫിൻ്റെയും ഒക്കെ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു മോനെ ഈ ഒരു മാർക്കിലേക്ക് മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമെന്ന് നമ്മൾ ഓൾറെഡി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. ആൻഡ് മോന് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആരെങ്കിലും ഒരു റോൾ മോഡൽ, ഒരു ഇൻസ്പിറേഷൻ അതുപോലെ ആവണം, അങ്ങനെ ആരെങ്കിലും റോൾ മോഡൽ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ? ചൈൽഡ്ഹുഡ് മുതൽ APJ അബ്ദുൽ കലാം റോൾ മോഡലായിട്ടുണ്ടായിരുന്നു. സ്പേസ് സയന്റിസ്റ്റ് ISRO ഹെഡ് ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ബാക്കൗട്ട് ആയി പോകുമ്പോഴാ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർത്താണ് എങ്ങനെയായിരുന്നു ഓരോ ചിലപ്പം പല വേരിയേഷൻസ് വരും നമ്മുടെ ഈ ഒരു 2 years ഇപ്പം എൻട്രൻസിന്റെയും ബോർഡ് എക്സാമിന്റെയും ഒരു പഠനകാലത്ത് തന്നെ പല വേരിയേഷൻസും വരും. എങ്ങനെയാണ് അത് ആ മോനെ ആ ഒരു ചില സമയത്തൊക്കെ ആ ഒരു കോൺഫിഡൻറ്റോടെ കൂടി മുന്നോട്ട് പുഷപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഏതൊരു ഫാക്ടറായിരുന്നു? ഫസ്റ്റ്ലി മോട്ടിവേഷനാണ്. കാരണം ഈ IIT കിട്ടുമ്പോൾ ഒരു എന്താ പറയുക ടൈറ്റിൽ ആ ഡ്രീം കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല ടീച്ചർമാർ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് പറഞ്ഞാലും പറയാം കുഴപ്പമില്ല അടുത്ത എക്സാം പിടിക്കാം അങ്ങനെയൊക്കെ. യെസ്. ഓക്കെ. മോന് IIT ഏത് IIT ആണ് ഇപ്പം ആഗ്രഹിക്കുന്നത്? എവിടെ? IIT മദ്രാസ്. IIT മദ്രാസ് തന്നെ. നമ്മൾ ഒരിക്കലും വേറെ ഒന്നും നോക്കുന്നില്ല, ഏറ്റവും ടോപ്പ് ലെവലിൽ തന്നെ ഉള്ളത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവുള്ളൂ അല്ലേ? യെസ്, IIT മദ്രാസ്. അപ്പൊ ഏത് ബ്രാഞ്ചിലേക്കാന്നുള്ളൊരു താല്പര്യം? ഹയസ്റ്റ് ബ്രാഞ്ച് നോക്കണം, കമ്പ്യൂട്ടർ സയൻസ് നോക്കണം. ഓക്കെ. അപ്പൊ അഭിനവ് എങ്ങനെയായിരുന്നു ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി കൂടുതലായിട്ടും പഠിച്ചുകൊണ്ടിരുന്ന ഏത് രീതിയിലാണ്? മോനെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ടാക്ടിക്സ് ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനെയായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എനിക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്ന എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ? അങ്ങനെ ഒന്നും ചോദിച്ചാൽ ഞാൻ JEE അങ്ങനെ പഠിക്കാൻ ചോദിച്ചാൽ JEE അഡ്വാൻസ് പഠിച്ചോണ്ടിരുന്നത്. സെഷൻ 2 JEE അഡ്വാൻസ് പഠിച്ചോണ്ട് ആ കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആയതുകൊണ്ട് JEE പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഇവിടുത്തെ മോഡൽ എക്സാം ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി കൂട്ടിയോണ്ട് ഇത്രയും കൂടെ സിമ്പിളാന്ന് തോന്നി, മാത്സ് ഒക്കെ ചെയ്യാൻ സിമ്പിളാന്ന് തോന്നി. ഓക്കെ. കൂടുതൽ കോൺസെൻട്രേഷൻ JEE അഡ്വാൻസിന്റെ ലെവലിലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഈ JEE മെയിൻസിന്റെ എക്സാമിന്റെ കാര്യവും JEE അഡ്വാൻസിന്റെ എന്ന് പറയുമ്പോഴും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് JEE അഡ്വാൻസ് കമ്പയർ ടു നമ്മുടെ JEE മെയിൻസിൽ വരുമ്പോൾ. അപ്പോൾ അത് JEE മെയിൻസിന്റെ സ്റ്റഡീസിന് മോന് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു JEE അഡ്വാൻസിന്റെ സ്റ്റഡീസിൽ പൊക്കോണ്ട് എങ്ങനെയാണ് JEE മെയിൻസിൽ പ്രിപ്പയർ ചെയ്തത്? JEE അഡ്വാൻസ് കോൺസെപ്റ്റ്സ് പഠിച്ച പിന്നെ JEE മെയിൻസ് കോൺസെപ്റ്റ്സ് പിന്നെ കുഴപ്പമില്ലാതെ അത്രയും ഡീപ്പായിട്ട് പഠിച്ച പിന്നെ സർഫസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവരുടെ മോഡലൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ മെയിൻസും ചെയ്യാൻ സിമ്പിളാന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ തന്നെയും ഞങ്ങൾ വന്നപ്പോൾ ഓൾറെഡി ആള് JEE അഡ്വാൻസിനുള്ള പ്രിപ്പറേഷൻ ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ JEE അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. യെസ്. ഓക്കെ. അപ്പോൾ അവന് ഈ ഒരു എക്സാമിന് ഇപ്പോൾ മോന് JEE മെയിൻസിന്റെ ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, ഇനിയിപ്പോൾ JEE അഡ്വാൻസിനുണ്ട്. ഇനിയിപ്പോൾ മോനെ പോലെ +1 +2 കൂടെ ഒരു ഇയർ മിസ്സാക്കാണ്ട് തന്നെ ഈ +1 +2 കൂടെ തന്നെ പഠിച്ച എൻട്രൻസ് എക്സാം പാസ്സാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ അവരോട് മോൻ്റെ ഒരു ടിപ്പ് എന്താണ് പറയാനുള്ളത്? മോൻ ഏത് രീതി പഠിച്ചാലാണ് ഇങ്ങനെ നല്ലൊരു സ്കോർ നമുക്ക് നേടാൻ സാധിക്കുക എന്ന് മോൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് പറയാം? അഡ്വാൻസ് പഠിച്ചോണ്ടിരിക്കുക, മെയിൻസ് വന്നാലും ബോർഡ് എക്സാം വന്നാലും എന്താണെങ്കിലും അഡ്വാൻസ് ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക. കാരണം ഇതെല്ലാം സെയിം സിലബസാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ച് പോകും. പിന്നെ എത്ര മാർക്ക് കുറഞ്ഞാലും ഡെസ്പ് ആവാൻ നോക്കാതെ അടുത്ത എക്സാം പിടിക്കാൻ നോക്കുക. കാരണം പതുക്കെ പഠിച്ച് അവിടെ എത്തും. ബുർലിൻ എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ്, ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റുകളുണ്ട്. എല്ലാവരുടെയും മാർക്കെല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ മാർക്ക് കുറഞ്ഞാലും ഡെസ്പ് ആവാൻ നോക്കട്ടെ. പിന്നെ ലാസ്റ്റ് എക്സാം ബെസ്റ്റ് എക്സാം ആണെന്ന് നോക്കാം, ഓർത്തർ ചെയ്യാൻ മതി. യെസ്. അപ്പം ഓരോ എക്സാമും ഇപ്പോൾ ഫസ്റ്റിൻ്റെ എക്സാം ഇപ്പം അവനവൻ്റെ കാര്യം തന്നെയാണെങ്കിലും ഫസ്റ്റത്തെ എക്സാമിൽ ചെറിയൊരു വന്നപ്പോൾ അത് സെക്കൻഡ് സെഷനിൽ അത് അത്രയും അത് മനസ്സിലാക്കി ആ മിസ്റ്റേക്സ് മനസ്സിലാക്കിയിട്ട് റെക്ടിഫൈ ചെയ്തിട്ടാണ്
ഇപ്പോൾ സെക്കൻഡ് സെഷൻ ഇത്രയും അടിപൊളി ഒരു സ്കോർ നേടിയിട്ട് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. സോ എല്ലാവരും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. +1 +2 കൂടെ തന്നെ നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇനി അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻ അഭിനവിൻ്റെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഇതുവരെ ചെയ്ത പോലെ തന്നെ അതുപോലെ തന്നെയുള്ള എഫേർട്ട് മുന്നോട്ട് ഇടുക. അഡ്വാൻസിനും ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സ്കോർ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഫാമിലി ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. യെസ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.